മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബബിതയും ഹരിയും കൂടി രോഹിത്തിന്റെ റൂമിൽ നിൽക്കുന്ന സമയം രോഹിത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹരിയുടെ സ്വഭാവം എന്താണെന്നും തന്റെ ലഹരി ഉപയോഗം എങ്ങനെയാണെന്നുള്ളതൊക്കെ രോഹിത്തിന് നല്ല പോലെ ബോധ്യമുണ്ട്. പേടി കാരണം വാതിലൊന്നും പൂട്ടാതെ തുറന്നിട്ടുകൊണ്ടായിരിക്കട്ടെ രോഹിത് അവിടെ നിന്നും പോകുന്നത്. രോഹിത്തിന്റെ ആ ഒരു നോട്ടം ഹരി ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും അവൻ അതത്ര കാര്യമാക്കിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ രോഹിത്തിന്റെ മനസ്സിൽ നല്ല പേടിയുണ്ട്. കാരണം ഒറ്റക്കവന്റെ കൂടെ സ്വന്തം പെങ്ങളെ മുറിയിൽ നിർത്തിയിട്ടാണല്ലോ പോകുന്നത് എന്ന സ്വന്തം പെങ്ങന്മാർക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാലേ രോഹിത്തിനെ പോലുള്ളവർക്ക് വിഷമമാവുകയുള്ളൂ. അലീനെ പോലെ ആരുമില്ലാതെ വന്നു കയറിയ പെണ്ണുങ്ങളോടൊക്കെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നൊരു മെന്റാലിറ്റിയാണല്ലോ രോഹിത്തിന്. അങ്ങനെ രോഹിത്തും ഹരിയും ഇതിനു മുൻപേ തന്നെ ഒരുപാട് പെൺകുട്ടികളോട് ഇതുപോലെ മോശമായി പെരുമാറുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹരി രോഹിത്തിനോട് ആ ഒരു സാധനം ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയാണ്. രോഹിത് പറയുന്നുണ്ട്, എടാ വേണ്ട, അച്ഛൻ കണ്ടുപിടിച്ചാൽ പിന്നെ എൻ്റെ അവസാനമായിരിക്കുമെന്ന് പറയും. അന്നേരം ഹരി പറയുന്നുണ്ട്, എടാ പൊട്ട, ഇതൊന്നും ആരും അറിയാനൊന്നും പോകുന്നില്ല, ഇതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്, നീ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറയും. എടാ അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല എന്ന് രോഹിത് തർക്കിക്കുമ്പോൾ ഹരി വിട്ടുകൊടുക്കുന്നില്ല. നാളെ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സെറ്റാക്കാമെന്ന് ഹരി പറയുമ്പോൾ അയ്യോ അവിടെ വെച്ച് വേണ്ട എന്ന് രോഹിത് തടഞ്ഞു. ഹരി, എൻ്റെ അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കാണ്, അലീനയുണ്ട്, അച്ഛനുണ്ട്, കൃഷ്ണമോളുണ്ട്, ബബിതയും, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതിനിടയിൽ നീ ആ സാധനം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം അതോടുകൂടെ തന്നെ അവസാനിക്കുമെന്ന് അവൻ പേടിയോടെ പറഞ്ഞു. എടാ നിന്റെ മുറിക്കകത്ത് വന്ന് ആരും ഒന്നും നോക്കാൻ പോകുന്നില്ല, നമുക്കിതെല്ലാം തന്നെ ഒളിഞ്ഞിരുന്ന് ചെയ്യാമെന്ന് ഹരി അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഹരി രോഹിത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വൈജയന്തിയുടെ അടുത്ത് ചെന്ന് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എങ്കിലും അവൾ പഴയതുപോലെ തന്നെ സംസാരിച്ചതും തുടങ്ങിയിട്ടില്ല. അലീനയാണ് അവളെ നോക്കുന്നത്. ഹരി നേരെ മുകളിലെ നിലയിലേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ അവനെ കാണുന്നുണ്ട്. ആ നീ എങ്ങോട്ടേക്ക് പോകുന്നത്, നിനക്ക് ഇന്ന് കോളേജ് ഒന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അങ്കിൾ, ഇന്ന് കോളേജ് ലീവാണ്, ഞാൻ ചുമ്മാ രോഹിത്തിനെയും ആന്റിയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് അവൻ കള്ളം പറയും. അധിക നേരം നീ അവന്റെ മുറിയിൽ പോയി ഇരിക്കൊന്നും വേണ്ട, നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം അത്രയ്ക്ക് ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം. എന്താന്ന് വെച്ചാൽ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ തന്നെ പോയേക്കണമെന്ന് ബാലചന്ദ്രൻ കർശനമായി തന്നെ പറയുന്നുണ്ട്. എന്താ അങ്കിൾ, ഞങ്ങൾ കസിൻസ് അല്ലേ? എന്താ അങ്കിൾ, അങ്കിൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞങ്ങൾ കസിൻസ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ഒരു പരിധി വിടുമ്പോഴാണ് അപകടം. നീയും അവനും കൂടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ കൂടി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ഹരി നേരെ രോഹിത്തിന്റെ മുറിയിൽ ചെന്നിട്ട് വാതിൽ ലോക്ക് ചെയ്തു. അച്ഛൻ എന്താണ് ചോദിച്ചതെന്നും നിങ്ങളെന്താ സംസാരിച്ചത് എന്നൊക്കെ രോഹിത് ആകെ പേടിയോടുകൂടെ ചോദിക്കാണ്. പുള്ളിക്കാരൻ എന്നെ ഉപദേശിക്കാൻ വന്നതാണ് എന്നും നമ്മുടെ പഴയ സ്വഭാവമൊക്കെ അറിയാമല്ലോ എന്ന് രോഹിത് പറഞ്ഞു. എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അലീന എന്നെ നാണം കെടുത്തിയത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ലടാ. ആ പെണ്ണിന്റെ മുന്നിൽ വെച്ച് ഞാൻ ആകങ്ങ് ചൂളിപ്പോയി. ഇപ്പോൾ എൻ്റെ പെങ്ങന്മാരുടെ മുന്നിൽ പോലും എനിക്കൊന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് രോഹിത് സങ്കടപ്പെട്ട് പറയാണ്. അതൊന്നും നീ ഓർത്ത് വിഷമിക്കേണ്ടടാ, അതിനൊക്കെ നമുക്ക് പ്രതികാരം ചെയ്യാം. ഒരു ദിവസം നമുക്ക് അവസരം കിട്ടുമ്പോൾ അവിടെ അവസാനമായിരിക്കുമെന്ന് ഹരി അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അല്ല സാധനം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബാഗിലുണ്ടെന്ന് പറയാണ് ഹരി. എടാ വേണ്ടടാ, എനിക്ക് പേടിയാണ്, ലൈഫ് സ്പോയിലാവും, പോലീസ് പിടിച്ചാൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പോലും ഉണ്ടാവില്ല എന്ന് രോഹിത് പറയുമ്പോൾ എടാ ഇപ്പൊ 10ൽ 9 പിള്ളേരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മാത്രം ഇങ്ങനെ പഴഞ്ചനായിട്ടിരുന്ന കാര്യമുണ്ടോ എന്ന് ഹരി ചോദിക്കാണ്. ആരും അറിയാനൊന്നും പോകുന്നില്ല, എല്ലാം സീക്രറ്റായി തന്നെ വേണമെന്ന് പറഞ്ഞ് ഹരി ആ ഒരു സാധനം പുറത്തേക്കെടുത്തിട്ട് രോഹിത്തിന് കാണിച്ചു കൊടുത്തു. അത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അങ്ങ് കിറങ്ങി ബോധം കെട്ടിയിരിക്കുകയാണ്. അത്രമാത്രം ഡോസുള്ളൊരു മരുന്നായിരിക്കട്ടോ അത്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ബബിതയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. ബബിതയോട് പറഞ്ഞിട്ട്, മോളെ നീ പോയിട്ട് അവരെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോയ, ഫുഡ് കഴിക്കാൻ സമയമായി, മുകളിലേക്ക് പോയിട്ട് കുറെ നേരമായല്ലോ, അവരിതുവരെയും ഇങ്ങോട്ടേക്ക് കാണുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് ബബിത പറയുന്നുണ്ട്, ശരിയച്ചാ ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞ് ബബിത നേരെ അവരുടെ മുറിയിലേക്ക് മുകളിലേക്ക് ചെന്ന് വാതിൽ മുട്ടാണ്. അകത്ത് രോഹിത്തും ഹരിയും ആകെ കിറങ്ങിക്കിടക്കായിരിക്കും. എടാ ഹരി, ദേ ബബിത വിളിക്കുന്നു, ചോറ് കഴിക്കാൻ വാ എന്ന് രോഹിത്ത് പറഞ്ഞപ്പോൾ എടാ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഈ അവസ്ഥയിൽ താഴെ പോയി കഴിഞ്ഞാൽ എല്ലാം തീരുമാനമാവുമെന്ന് ഹരി മറുപടി നൽകി. രോഹിത്തിന് ആകെ പേടിയായി. എടാ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്ക്, ഞാൻ കയറി കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഹരി നേരെ ബാത്റൂമിലേക്ക് ഓടിക്കയറി. രോഹിത് വന്ന് വാതിൽ തുറന്നു. എന്താ ബബിതേ, എന്താ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചോറ് കഴിക്കാൻ വിളിക്കുന്നു എന്ന് പറയാണ് അവള്. ഞങ്ങൾക്കിപ്പോൾ വിശക്കുന്നൊന്നുമില്ല, അവന് നല്ല തലവേദനയുണ്ട്, അതുകൊണ്ട് അവൻ കുളിക്കാൻ കയറിയതാണ് എന്നും പറയാണ് ഹരി. അവന്റെ കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാം, ഇപ്പൊ ഏതായാലും ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് രോഹിത് അവൾ അവിടെ നിന്നും തിരിച്ചയച്ചു. ബബിത താഴെ ചെന്ന് പറഞ്ഞു, ഹരിയേട്ടന് നല്ല തലവേദനയാണ്, അതുകൊണ്ട് കുളിക്കാൻ കയറിയതാണെന്ന്. ഇപ്പോൾ അവർ വരുന്നില്ലത്രേ, അവർക്കിപ്പോൾ വിശക്കുന്നില്ലത്രേ എന്നൊക്കെ പറയും. ഇത് കേട്ട ബാലചന്ദ്രന് എന്തോ ഒരു ഉടായ്പ മണത്തു.
രണ്ടുപേരും കൂടി ഇല്ലാത്ത പരിപാടികളൊക്കെ ഒപ്പിക്കും, ഒരു കണ്ണ് വേണമെന്ന് അദ്ദേഹം പിറുപിറുത്തു. ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ജ്വല്ലറിയിലേക്ക് പോയി. അച്ഛന്റെ കാറ് പോകുന്നത് കണ്ടപ്പോൾ രോഹിത്തിനും ഹരിക്കും വലിയ ആശ്വാസമായിരുന്നു. സമാധാനമായി, അച്ഛൻ പോയല്ലോ എന്ന് ഹരി പറഞ്ഞപ്പോൾ ഇനി ഇമ്മാരി പണിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്. ബബിതയ്ക്ക് പകരം അച്ഛനാണ് വന്നിരുന്നുവെങ്കിൽ എല്ലാം അങ്ങ് പൊളിഞ്ഞേനെ എന്ന് രോഹിത് പറഞ്ഞു. എടാ, ഇനി കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്ത തവണ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്യാമെന്ന് ഹരി പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ എനിക്ക് വയ്യ എന്ന് രോഹിത് അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ രോഹിത് താഴേക്ക് വന്നപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നത്, എന്തു പറ്റിയേട്ടാ, കണ്ണാകെ വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിക്കും. ഹരിയേട്ടന് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏട്ടനാണല്ലോ തലവേദന എന്നൊക്കെ അവൾ കളിയാക്കി ചോദിക്കാണ്. വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലീന ചേച്ചി കുളിക്കാൻ പോയിരിക്കുകയാണെന്നും നിനക്ക് തന്നെ എടുത്തു കഴിച്ചൂടെ എന്ന് അവൾ തിരിച്ചു ചോദിച്ചു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും ജോലികൾ പങ്കിട്ട് ചെയ്യണമെന്ന്. അമ്മ വയ്യാതെ കിടക്കുന്നു, അലീന ചേച്ചി കുളിക്കാനും പോയി, ഞാനും കുളിക്കാൻ പോവാണ്, വേണമെങ്കിൽ പോയി എടുത്തു കഴിക്കുക എന്ന് പറയാൻ കൃഷ്ണമോള്. ദേഷ്യം വന്ന കൃഷ്ണമോൾ നാശം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നേരെ മുറിയിലേക്ക് പോയി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് വൈജയന്തിയെ ഹോസ്പിറ്റലിലേക്ക് സ്കാനിങ്ങിനായി കൊണ്ടുപോയി. അലീനയും കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടിയിട്ടാണ് പോയത്. പവിതയും രോഹിതും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. താൻ പുറത്തു വരെയൊന്ന് പോവാണെന്നും ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്നും രോഹിത് ബബിതയോട് പറഞ്ഞു. ആ സമയം ഹരി രോഹിത്തിനെ വിളിച്ചു. എടാ, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ, സാധനം കയ്യിലുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ ആരുമില്ല, അച്ഛനും കൃഷ്ണമോളും അലീനൊക്കെ ഹോസ്പിറ്റലിൽ പോയേക്കുവാണെന്ന് പറയും. എനിക്ക് PSCയുടെ കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്, അക്ഷയ സെന്ററിൽ പോകണം, അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാവില്ല എന്ന് രോഹിത് പറഞ്ഞു. വൈകുന്നേരമേ വരൂ എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കി. അന്നേരം ഹരി ചിന്തിച്ചു, അലീനയും കൃഷ്ണമോളും അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും ബബിത അവിടെ കാണുമല്ലോ. അവൾ ഏതായാലും എന്തു നടന്നാലും ആരോടും പറയാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ പോവാമെന്ന് തീരുമാനിക്കാണ് ഹരി. അങ്ങനെ ഹരി ബബിതയുടെ വീട്ടിലേക്ക് എത്തി ബെല്ലടിച്ചു. ബബിത വാതിൽ തുറന്നപ്പോൾ നീ പോയില്ലേ എന്ന് ചോദിച്ചു. രോഹിത് കാണുമെന്ന് കരുതി വന്നതാണെന്ന് ഹരി പറഞ്ഞു. അവൻ പുറത്തേക്ക് പോയല്ലോ എന്ന് ഹരി മറുപടി നൽകി. ശരി, ഞാൻ പോയിട്ട് അവന്റെ മുറിയിൽ പോയിരുന്നോളാം, അവൻ ഇപ്പോൾ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരി നേരെ മുകളിലേക്ക് പോയി. ബബിത സ്വന്തം മുറിയിലേക്കും പോയി. ഹരി രോഹിത്തിന്റെ മുറിയിൽ കയറി വാതിൽ ലോക്ക് ചെയ്ത് ആ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ആ ലഹരിയിൽ ഹരി ആവട്ടെ ഫോണിൽ മോശപ്പെട്ട വീഡിയോസൊക്കെ കാണാണ്. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ബബിതയുടെ രൂപം വന്നു. സ്വന്തം അനിയത്തിയെ പോലുള്ള പെണ്ണാണെന്നോ കസിനാണെന്നുള്ള ഒരു ബോധമൊന്നും തന്നെ അവനില്ലായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ബബിതയുടെ അടുത്തേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. ആകെ ലഹരി മൂത്ത് വെളിവില്ലാത്ത അവസ്ഥയിൽ അവൻ താഴെ ബബിതയുടെ മുറിയിലേക്ക് ചെന്നു. ബബിത ഫോൺ നോക്കി കട്ടിൽ കിടക്കുകയായിരുന്നു. ഹരി അകത്തേക്ക് കയറി വാതിലങ്ങ് കുറ്റിയിട്ടു. എന്താ ഹരിയേട്ടാ, എന്തിനാണ് ഡോർ ലോക്ക് ചെയ്തത് എന്ന് ബബിത പേടിയോട് ചോദിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഹരി പറഞ്ഞു. അങ്ങനെ പറയുന്നതിനൊപ്പം തന്നെ ഹരി ബബിതയെ അങ്ങ് കടന്നു പിടിച്ചു. അന്നേരം ബബിത പേടിച്ച് വിറച്ചുകൊണ്ടതിന് അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ അവളെ ബലാത്കാരമായി തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ആ പിടിയിൽ അവളുടെ ഡ്രസ്സൊക്കെ കീറിപ്പോയിരുന്നു. അവൾ ഓടിപ്പോയി വാതിൽ തുറക്കാൻ നോക്കിയെങ്കിലും ഹരി അവളെ വീണ്ടും വീണ്ടും തന്നെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് മറന്നുപോയ ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് രോഹിത് വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു. പുറത്ത് ഹരിയുടെ ബൈക്ക് കണ്ടപ്പോൾ തന്നെ അവൻ ആകെ പേടിയായി. അകത്ത് കയറി നോക്കിയപ്പോൾ ഹരിയുടെ ചെരുപ്പും കണ്ടു. എൻ്റെ ഈശ്വര, ഹരി ഇവിടെയുണ്ടോ എന്ന് അവൻ പേടിച്ചു. രോഹിത് ഓടിച്ചെന്ന് തൻ്റെ മുറിയിലേക്ക് നോക്കി. അവിടെ ഹരിയുടെ ബാഗും സാധനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് താഴെ ബബിതയുടെ മുറിയിലേക്ക് അവൻ ഓടിച്ചെന്നു. ആ സമയം ബബിത വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ഹരി പുറകെ നിന്നും അവളെ എങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വസ്ത്രമൊക്കെ കീറിയ നിലയിലായിരുന്നു. പെട്ടെന്ന് രോഹിത് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടുകൊണ്ടതിന് രോഹിതേട്ടാ എന്നൊക്കെ വിളിച്ചുകൊണ്ടതിന് ബബിത ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും നീ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രോഹിത് ദേഷ്യപ്പെട്ട് ഹരിയേട്ട് അടിക്കുന്നുണ്ട്. എടാ, ഈ വീട്ടിലെ വേലക്കാരി സഹിതം നമ്മൾ എത്ര പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടിപ്പോ നിനക്ക് നിന്റെ പെങ്ങളായപ്പോൾ എന്താ കുഴപ്പമെന്ന് ഹരി തിരിച്ചു ചോദിക്കാണ്. അന്നേരം ബബിതയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഹരി അത് പറഞ്ഞപ്പോൾ രോഹിത് ആകെ അങ്ങ് തകർന്നു പോയി. ഞാൻ നിന്നെ എന്റെ ചേട്ടനെ പോലെ കണ്ടല്ലേ വീട്ടിലേക്ക് കയറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഹരിയെ ഭീകരമായി തന്നെ മർദ്ദിച്ചു. ഇതേ സമയത്തിന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹരി തന്റെ വീട്ടിൽ നിന്നും പുറപ്പെടുന്നത് കണ്ട മനുവിന് എന്തോ ഒരു സംശയം തോന്നിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. മനു അകത്തേക്ക് കയറി വന്നു നോക്കുമ്പോൾ കാണുന്നത് കരഞ്ഞു നിലവിളിക്കുന്ന ബബിതയും തല്ലുകൂടി നിൽക്കുന്ന രോഹിത്തിനെയും ഹരിയെയുമാണ്. മനു ഓടിച്ചെന്ന് അവരെ അങ്ങ് പിടിച്ചു മാറ്റി. ബബിതയുടെ വസ്ത്രമെല്ലാം കീറിയത് കണ്ട മനു അവളോട് കാര്യം ചോദിച്ചു. മനുവേട്ട, ഹരിയേട്ടൻ എന്നെ ഉപദ്രവിച്ചുവെന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മനു ആകെ ഞെട്ടിപ്പോയി. മനു ഹരിയുടെ കോളറിനങ്ങ് പിടിച്ച് അവനെ ഭീകരമായി തന്നെ തല്ലി. പിന്നെ രോഹിത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ടതിന് അവനും 2 തല്ല് കൊടുത്തു. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോടാ, ഇതുപോലുള്ളവന്മാരെയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോൾ സ്വന്തം പെങ്ങന്മാരെങ്കിലും വീട്ടിലുണ്ടെന്ന് ഓർക്കണമായിരുന്നു എന്ന് മനു രോഹിത്തിനോട് പറഞ്ഞു. അലീനെ നിങ്ങൾ അന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നിനക്ക് ഈ വേദന തോന്നിയിരുന്നോ എന്നും മനു ചോദിക്കാണ്. അന്ന് ആ പാവം പെൺകുട്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കത്രിക എടുത്ത് കുത്തിയപ്പോഴാണ് അവൾ രക്ഷപ്പെട്ടത്. അന്ന് നീ ചിന്തിക്കണമായിരുന്നു നിനക്കും 2 പെങ്ങന്മാരുണ്ട് എന്ന്. നിന്റെ പെങ്ങളെ തൊട്ടപ്പോൾ നിനക്ക് നൊന്തല്ലോ, അതുപോലെ തന്നെയാ മറ്റുള്ളവർക്കും.
രോഹിത് കരഞ്ഞുകൊണ്ട് തന്നെ മനുവേട്ട എന്നൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. ബബിത അന്നേരം പറയുന്നുണ്ട് ഇവരുടെ ഫോണിൽ കുറെ പെൺകുട്ടികളുടെ മോശപ്പെട്ട വീഡിയോസ് ഉണ്ടെന്നും അത് വെച്ച് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. മനു പെട്ടെന്ന് തന്നെ ആ ഒരു ഫോൺ അങ്ങ് വാങ്ങി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ബബിത അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാൻ പറഞ്ഞുവെങ്കിലും അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ അവരെ കൊന്നു കുഴിച്ചു മൂടുമെന്നും കുടുംബത്തിന്റെ മാനക്കേടാവുമെന്നും പറഞ്ഞ് മനു അത് തടഞ്ഞു. അങ്ങനെ മനു ഹരിയെ വലിച്ചഴിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കമലാമ്മയുടെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മനു അവരോടായിട്ട് തുറന്നു പറഞ്ഞു. തന്റെ മക്കൾ വലിയ സ്വഭാവമാണെന്നും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം കുറ്റപ്പെടുത്തുന്ന നടക്കുന്ന അമ്മ സ്വന്തം മകൻ ലഹരി ഉപയോഗിക്കുന്നതും പെണ്ണുങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നതും അറിഞ്ഞോ എന്ന് മനു ചോദിച്ചു. കമലമ്മ തന്റെ മകനെ ഓർത്തുകൊണ്ട് തന്നെ ലജ്ജിച്ചുപോയി. ഹരി മുറിയിൽ പോയതിനു ശേഷം പൊട്ടിക്കരഞ്ഞു. അപ്പുറത്ത് രോഹിത്തും തന്റെ തെറ്റുകൾ ഓർത്ത് ആകെ തകർന്നു പോയിരുന്നു. ബാലചന്ദ്രനും കൃഷ്ണമോളും അലീനയും തിരിച്ചെത്തിയപ്പോൾ വീട്ടിലെ സാഹചര്യം ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ബബീതയുടെ മുഖത്തെ പാടുകൾ കണ്ട് ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചു. മനു നടന്ന കാര്യങ്ങൾ സൂചനയായി പറഞ്ഞു. മനു അവനെ കൈകാര്യം ചെയ്തതെറിഞ്ഞപ്പോൾ ബാലചന്ദ്രന് ആശ്വാസമായെങ്കിലും തന്റെ മകളുടെ അവസ്ഥയിൽ അദ്ദേഹത്തിന് നല്ല വിഷമം തോന്നി. ഭക്ഷണത്തിനിരുന്നപ്പോൾ രോഹിത്തിന്റെ അടുത്ത് ഇരിക്കാൻ പോലും ബബിതയ്ക്ക് അറപ്പായിരുന്നു. ബാലചന്ദ്രൻ ബബിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. മോളെ, അച്ഛൻ കൂടെയുണ്ട്, നീ വിഷമിക്കേണ്ട എന്നും പറഞ്ഞു. അലീനക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. കൃഷ്ണമോൾക്ക് മാത്രമായിരിക്കട്ടെ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവാത്തത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഇനി ഒരിക്കലും ഹരിയെ ആ വീട്ടിലേക്ക് കയറ്റരുത് എന്നത് ബാലചന്ദ്രന്റെ ഉറച്ച തീരുമാനമായിരുന്നു. ആ സംഭവത്തിന് ശേഷം വീടിന്റെ ഉമ്മർത്ത് വല്ലാത്തൊരു കനത്ത നിശബ്ദതയാണ് തളം കെട്ടി നിൽക്കുന്നത്. രോഹിത് മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും ധൈര്യമില്ലാതെ ജനാലയ്ക്കൽ നോക്കി നിൽക്കുകയാണ്. തന്റെ കൺമുന്നിൽ നിറഞ്ഞ ആ ഒരു ക്രൂരതയും മനുവേട്ടന്റെ വാക്കുകളും ഒരു ഇടിത്തീ പോലെയാണ് അവന്റെ മനസ്സിലേക്ക് മുഴുങ്ങിക്കൊണ്ടിരുന്നത്. താഴെ അടുക്കളയിൽ ബബിത തളർന്നിരിക്കുമ്പോൾ അലീന അവളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചേർത്ത് പിടിച്ചു. സാരമില്ല മോളെ, എല്ലാം കഴിഞ്ഞല്ലോ, ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും ബബിതയുടെ വിറയലൊന്നും മാറിയിരുന്നില്ല. സ്വന്തം കൂടപ്പിറപ്പ് ഒരു ചെന്നായെ വീട്ടിലേക്ക് കയറ്റി വിട്ടല്ലോ എന്ന ഓർമ്മ അവളെ നീട്ടിക്കൊണ്ടിരുന്നു. ബാലചന്ദ്രൻ നടുമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തന്റെ മകനെ എങ്ങനെ തിരുത്തണമെന്നറിയാതെ ഒരു അച്ഛന്റെ വേദന അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അതേസമയം കൊല്ലപ്പള്ളി വീട്ടിൽ ഹരി ആകെ തകർന്നു കിടക്കുകയാണ്. കമലാമ്മ അവന് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല. നീ എന്റെ മകനല്ല, ഒരു ജന്തുവാണ് എന്ന അവരുടെ വാക്കുകൾ ലഹരിയേക്കാൾ വലിയ ആഘാതമാണ് അവന് നൽകിയത്. മനുവേട്ടൻ കൊടുത്ത ഓരോ അടിയും തന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് അവന് തോന്നി തുടങ്ങി. ഫോണിലെ വീഡിയോസും ബ്ലാക്ക്മെയിലിംഗ് തന്ത്രങ്ങളും എല്ലാം തന്നെ മനു നശിപ്പിച്ചു കളഞ്ഞു. എന്നറിഞ്ഞപ്പോൾ ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നിയെങ്കിലും ഇനി സമൂഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന പേടി അവനെ വേട്ടയാടി. മറുഭാഗത്ത് രോഹിത്തിന് ഒരു വലിയ മാറ്റം സംഭവിക്കുകയായിരുന്നു. അവൻ പതുക്കെ പതുക്കെ ബബിതയുടെ മുറിയിലേക്ക് വാതിൽ തുറന്നു ചെന്നു. വിറക്കുന്ന ശബ്ദത്തോടെ അവൻ വിളിച്ചു, ബബിതേ, എനിക്ക് നീ മാപ്പ് തരണ്ട. പക്ഷേ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാണ്. ബബിത ആദ്യം മുഖം തിരിച്ചുവെങ്കിലും അവന്റെ കണ്ണുകളിലെ ആത്മാർത്ഥമായ പശ്ചാത്താപവും അവൾ കണ്ടു. രോഹിത് തന്റെ ലഹരി മരുന്നുകൾ എല്ലാം തന്നെ എടുത്ത് ബാലചന്ദ്രന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ തീയിട്ടു. ഇനി ഈ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ എന്നവൻ കരഞ്ഞുകൊണ്ട് തന്നെ സത്യം ചെയ്തു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. മനുവിന്റെ ഇടപെടൽ കാരണം ആ കുടുംബം തളർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടു. ഹരിയെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തന്നെ മനു മുൻകൈയെടുത്തു. അലീനയോടും കൃഷ്ണമോളോടും ചെയ്ത തെറ്റുകൾക്ക് രോഹിത് പരസ്യമായി തന്നെ മാപ്പ് ചോദിച്ചു. ആ പഴയ അഹങ്കാരിയല്ല, മറിച്ച് തന്റെ പെങ്ങന്മാരെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു സഹോദരനായി തന്നെ അവൻ മാറി. മുറിവുകളൊക്കെ ഉണങ്ങാൻ സമയമെടുക്കുമെങ്കിലും ആ വീട്ടിൽ പതുക്കെ സ്നേഹത്തിന്റെ വെളിച്ചം തിരിച്ചു വരികയായിരുന്നു. ആക്സിഡന്റ് പറ്റി വൈജയന്തി കിടപ്പിലായതുകൊണ്ട് തന്നെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.